2 കമ്പ് എടുത്ത് ഒരേ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ. 2 കമ്പ് 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് പാറൂസിന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ 4 വശം ഒന്ന് ചതുരത്തിലാക്കി എടുക്കുന്ന രീതിക്ക് ബാക്കി എല്ലാ വശവും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് ഒരു 2 കമ്പ് ഇതുപോലെ ഒരു 2 കമ്പ് എടുത്ത് ഒരേ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ. 2 കമ്പ് എടുത്തിട്ട് ആ കമ്പിന് ഇടയിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങ് താഴെ വരെ എത്തി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 വശത്തും കമ്പ് വെക്കുന്നത് കേട്ടോ. ഇപ്പം മറ്റേ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇനി തിരിച്ച് വെച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് വിടുവാണേ. ഇതങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു പൂവിൻ്റെ ആകൃതിയിൽ ഇത് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഈ രീതിക്ക് 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മുക്കി കുറച്ച് നേരത്തേക്ക് വെക്കണം കേട്ടോ. ഇപ്പം തരാട്ടോ. ഇനി വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഗരം മസാല പൊടി, മുളക് പൊടി, ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നത്തിനാടാ? വയറുവേദന എടുക്കൂട്ടോ. ഇനി നമ്മൾ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ടിരുന്ന ആ ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പൊടിയിലേക്ക് മുക്കി എല്ലായിടത്തും നന്നായിട്ട് പൊടി പറ്റുന്ന രീതിക്ക് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കൂടുതലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുത്തിട്ട് വേണം ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇതുപോലെ എല്ലായിടത്തും പൊടി പറ്റണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, നന്നായിട്ട് ഇളക്കണം. അയ്യോ വേണ്ടേ. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഇന്ന് ഞാൻ പാറൂസിന് ഉണ്ടാക്കി കൊടുത്ത പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.